ഇത് തന്നെ പരിപാടി. കോസ്റ്റ്യൂമിലാണ് നീ ഇരിക്കണ. അറിയാത്ത കണക്ക് വേറൊരു കല്ലിൽ പോയി ഇരുന്ന രണ്ടൂന്ന് പേര് പൈസയും തരും. സക്കറ് അതാ വലിയ സക്കറ. അവന്റെ തറ സക്കി പോണു. അങ്ങനെ നമ്മുടെ 5 ദിവസത്തെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. തായ്ലാൻഡിനോട് ഒരു വിട. ഹേ ഗായ്സ്, അപ്പോൾ തായ്ലാൻഡിലെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന്. ഇപ്പോൾ നമ്മുടെ 5 ദിവസത്തെ ട്രിപ്പ് ഇന്നാന്നും പറഞ്ഞ് പോയി തീർന്നിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ഈ 5 ദിവസം നിന്ന് ഈ ഹോട്ടൽ ഇനി നമ്മളിനി എന്ന് കാണുമെന്ന് അറിയില്ല. എന്നാലും ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഈ ഹോട്ടലിന് നന്ദി. പിന്നെ നമ്മുടെ ലേറ്റ് അനീഷിനെ കാണാനില്ല. ഇതോ വരാണ്. നേരത്തെ ഫസ്റ്റ് ഇറങ്ങിയവനാ, എന്നിട്ടും പിന്നെ ലേറ്റായി. ഇന്ന് നമ്മൾ നേരെ പോകുന്നത് ബാങ്കോക്കിലാണ്. ബാങ്കോക്കിൽ പോയിട്ട് ഒരു സഫാരി ഉണ്ട്. സഫാരി കഴിഞ്ഞ് ഇന്നത്തെ ട്രിപ്പിന്റെ പ്ലാൻ അങ്ങനെയാണ്, ടൈഗർ സഫാരി അല്ലേ ഏട്ടാ? അപ്പോൾ അങ്ങനെ 5 ദിവസം. എങ്ങനെയാ ഈ 5 ദിവസം പോയി അറിയാൻ വയ്യ, പെട്ടെന്ന് പോയി. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ കുറേ നല്ല നിമിഷങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ട്, നമ്മളെ ക്രൂ പയ്യന്മാർ, നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരുമായിട്ടുള്ള കുറേ നല്ല നിമിഷങ്ങളുണ്ട്. ഈ പട്ടായയിൽ ഇപ്പോൾ 5 ദിവസം നമ്മളിവിടെ ഉണ്ടായിരുന്നു. ഇവിടെയെല്ലാം മാക്സിമം എല്ലാം കറങ്ങിയതിലുപരി നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത കുറേ നല്ല നിമിഷങ്ങളുണ്ട് ലൈഫിൽ, ഒരിക്കലും മറക്കാൻ പറ്റാത്ത. അപ്പോൾ അതൊക്കെ ആയിട്ട് നമ്മൾ ബാങ്കോക്കിലോട്ട് ഇപ്പം പോവുകയാണ്. അത് കഴിഞ്ഞ് നമ്മളെല്ലാ സഫാരിയും കഴിഞ്ഞിട്ട് 8:30ക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ അതിനകത്ത് വരെ നമ്മളെ കൊണ്ടാക്കുന്നതായിരിക്കും. നമ്മൾ സഫാരി പാർക്കിൽ എത്തിയിരിക്കുകയാണ്. കാറിൽ കിടന്ന് ഉറങ്ങി വേഷ. ഒരു 150 കിലോമീറ്റർ ഉണ്ട് നമ്മൾ അവിടുത്തെ ഹോട്ടലിൽ നിന്ന് ഇതുവരെ. വെറും 1.5 മണിക്കൂറുണ്ട് എത്തി. കാരണം അങ്ങനത്തെ റോഡുകളാണ്. നല്ലപോലെ ഒന്ന് കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് എത്തിയല്ലേ ഡാർസ? നമ്മൾ ഇന്ന് രാത്രി ഉറങ്ങില്ല, കാരണം പുറത്ത് ജസ്റ്റ് കറങ്ങിയിട്ടൊക്കെ വന്ന് പാക്ക് ചെയ്തപ്പോൾ തന്നെ ഒരു 5-6. ഞാൻ കാറിൽ കിടന്ന് ഉറങ്ങില്ല. പുള്ളിക്കാരിച്ച് പ്രായമുള്ള ഒരാളാണ്. എനിക്ക് ഈ ഡ്രൈവിങ് ചെയ്യുന്ന ഒരാളിൽ വിശ്വാസം വന്നില്ല എന്നുണ്ടെങ്കിൽ ഉറക്കം വരില്ല, ടെൻഷനാ. പക്ഷേ ഇങ്ങേര് പുലിക്കുട്ടിയാണ് കേട്ടാ, കുളന്ന് കളഞ്ഞു. 150 കിലോമീറ്റർ 1.5 മണിക്കൂർ കൊണ്ട് എത്തിച്ച്. ഒരു 3-4 മണിക്കൂർ എടുത്തല്ലേ കിടന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ. അത് പറയാൻ പോണ അതെ, തീർച്ചയായിട്ടും വെച്ചോണ്ടാ കയ്യില്. സാധാരണ ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നത് കയ്യിൽ വരുമല്ലേ, അതിതല്ല. ഇവിടെ കുറെ ക്രോസ് ബ്രീഡ് ഉണ്ടാവും കേട്ടാ, തത്തയും പ്രാവും കൂടി. അന്നിരിക്കുകയാണ്. ഒരു തത്തയുടെ വില എത്രയാണെന്ന് അറിയാമോ? ഇതിൻ്റെ 6 ലക്ഷം രൂപ വരും ഒരു തത്തയ്ക്ക്. വാങ്ങിക്കായിരുന്നല്ലേ? ഞാൻ വാങ്ങിക്കായിരുന്നതാ. എൻ്റെ ഒരു ആഗ്രഹമാണ് ഇത് വാങ്ങിച്ച് വളർത്തണമെന്നുള്ള. എന്തൊക്കെ ആഗ്രഹം ഈ മനുഷ്യന്. പ്രാവിൻ്റെയും വിചാരം അതിനെ കാണാനും കൂടെ നമ്മൾ വന്നെന്നാണേ. കയറി ഒട്ടിയിട്ട് തത്തയുടെ കൂടെ കയറി ഒട്ടിയിരിക്കുന്നു പ്രാവ്. എന്തിന്? കുരങ്ങൻ്റെ ഫോട്ടോ എടുക്കായി. കുരങ്ങൻ്റെ ഫുഡ് കഴിക്കാനായിരിക്കും. ഫുഡ് കഴിക്കാനല്ല, ഫോട്ടോ എടുക്കാൻ. 700 രൂപ. ഇതെല്ലാം മറ്റേ വാക്കില്ലാതെ പിടിച്ചേർന്നാ? അത് തന്നെ. അയ്യോ, ഒരു ചൊവ്വും നേരെ ഇല്ലാതെ കുരങ്ങായി. 2100 പാക്സ് ആണ്. 700 അടിക്കണ്ട. ഫ്രഞ്ച് അടിച്ചിട്ട് എത്ര പാക്സിന് കാത്തിരുന്ന എനിക്ക് തോന്നുന്നു ഇത് കുരങ്ങന്റെ വേഷം മനുഷ്യനാണ്. ഇത് തന്നെ പരിപാടി. വിജയ് കോസ്റ്റ്യൂം കളർ ഇത് കേരള വിജയ്. കോസ്റ്റ്യൂമിലാണ് നീ ഇരിക്കണ. അറിയാത്ത കണക്ക് വേറൊരു കല്ലിൽ പോയി ഇരുന്ന രണ്ടൂന്ന് പേര് പൈസയും തരും. അതെനക്കിത് പിടിക്കുകയും ചെയ്യാം. ചുണ്ടിട്ടിങ്ങനെ മോനാടാ. കോരങ്ങന്റെ ഉടുപ്പിട്ട് വന്നോളാം കേട്ടാ. അത് കിട്ടിയാലാ എനിക്ക് അറിഞ്ഞ പോലെ കൂടെയായിരുന്നു. യൂട്യൂബിൽ ഒറിജിനലാമേടാ. ഞാൻ വിചാരിച്ച് പാവമായിരിക്കും. പാവോടെ കാക്ക തോറിച്ച് പോലും ഓടി മാറാൻ പറ്റല്ല കേട്ടാ. കാക്ക ഉന്നം പിടിക്കണ വരെ അവിടെ ഇരുന്നടാ. മാറണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ പുള്ളീനെ സ്ലോ ആയിട്ടെല്ലാം ഉണ്ടാക്കിയിട്ടിരിക്കണ. പുള്ളിക്ക് പെട്ടെന്ന് പോകാൻ പറ്റൂല. അത് നമ്മള് റെസ്പെക്ട് ചെയ്യണം. അല്ല, അതിന് വിശക്കേണ്ടാ. ഇതുവരെ വരണം മടി കരുതി പട്ടിണി കിടക്കണം.
ഇതേ മുയലിനെ തോപ്പിച്ച ആമയാ. ഓക്കെ, യു അണ്ടർസ്റ്റാൻഡ്. ഡോണ്ട് കളിയാക്ക. കാല് കൊണ്ടുവന്ന് അടിച്ചെടുത്ത കുളം പോലടാ. മറ്റേ ഫുഡിൽ തന്നെ ഇരിക്കുന്നു. 410 നല്ല റേറ്റ് ഉണ്ട് ഗൈസ്. കാരണം ഇന്ത്യയിലെ 1 രൂപ ഇവിടുത്തെ 3 രൂപയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളെ പൈസയൊക്കെ അടിച്ച് തീർന്നു. അല്ലേടാ സാർ? അഥവാ എൻ്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ ഞാൻ ആ സാധനത്തിന് കയ്യിൽ വെക്കില്ല, കണ്ണ് കൊത്തി എടുക്കും. നോക്ക് അത് മനസ്സിലാക്കി നമ്മൾ കണ്ണാടി ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പൊ ജെമിനി ചെയ്യാന്നല്ലേ ഉള്ളൂ. ഇവിടെ ഇതിന്റെ ജെയിൻ ഫിഷ് ഉണ്ട്. ജെയിൻ ഫിഷ് ചൂണ്ടയിട്ട ചൂണ്ട പൊട്ടിപ്പോ. അങ്ങനത്തെ മീന്. വെള്ളം കൊടുക്കട്ടെ, വെള്ളം വേണം. വലിയ ഒരു മീൻ എങ്ങനെ പോലെ 10-30 കിലോ. 30 അല്ല അല്ലേ? ഈ മീനിന് ഫുഡ് കൊടുക്കാൻ 100 കൊടുക്കണോടാ. ഈ മീനിന് നമ്മൾ ഫുഡ് കൊടുക്കാൻ 100 കൊടുക്കണം. അങ്ങനെ നമ്മളെ പൈസ തരുന്നുണ്ട്. നമ്മൾ കൊടുക്കാൻ എന്താ പറയുക, ഓവർ ഫുഡ് കൊടുത്ത് നല്ല സൈസ് കയറി അല്ലേ സാർ? നമ്മളോട് ഫാറ്റ് ലിവറൊക്കെ ഉള്ളതായിരിക്കും പാവം മീൻ. തേച്ച് കേട്ടാ അല്ലല്ല, തേച്ച് തിന്നല്ല മക്കളെ. നീ സ്വന്തമായിട്ട് തിന്നാ വയറ്റിൽ കിടക്കും. മീനിന് ഓൾറെഡി ഫാറ്റ് ലിവറൊക്കെ ഉണ്ട്. ഇങ്ങനെ ഇടക്കുകയാണത്. അബദ്ധത്തിലായി പോയത്. ഈ അരേനെ തിന്നൂലേ? ഇല്ല, അരേന കിങ്കോങ് ഒക്കെ കാണുമ്പോൾ അവിടെ ഉള്ള എല്ലാ ജീവികളും വലുതായിരിക്കില്ല. അതുപോലെയാണ് ഫുള്ളായിട്ട് എടുത്താൽ കിട്ടു കൊടുത്തത്. അതിന്റെ സൈസ് നോക്കണം. സക്കർ അതാ വലിയ സക്കറ. അവന്റെ തറ സക്കി സക്കി പോണു. അപ്പൊ ഇത് വലിയ സക്കർ എന്നറിയപ്പെടും. എടാ ഇത് കടൽ പശു ആണ്ടാ. കടൽ പശു നടന്നു പോണണ്ടാ. അപ്പൊ ദൈവമായിരിക്കും. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു സാധനം തിന്നണ. കാണണ നമുക്ക് പിന്നെ നമ്മളെ വീട്ടിൽ സ്ഥിരം കാണുന്നതല്ലേ ഇത്. അത് തന്നെ. ഒപ്പിച്ചെടുത്ത് പേര് കണ്ടുപിടിക്കണായിരിക്കും ഓൺലൈനിൽ. കാണാതെന്ന് പറയാൻ വേണ്ടി ഡെഫിനിഷൻ പഠിച്ചോണ്ടിരിക്കുന്നത്. മാസ് അടിക്കാൻ ഇതുള്ള സ്ഥലം എവിടെയാണ്? ആഫ്രിക്കയിലാണ് ഇതാണ് ഉള്ളത്. മരപ്പട്ടി, കടൽപ്പട്ടി, നീർനായ. നിങ്ങൾക്ക് ഇത് എവിടെ നിന്നാണ്? കടൽ പശു, കടൽ നീർനായ. ഇത് ചെറുത് ഇതിനെക്കാട്ടി വലുത് നമ്മളവിടെ. ആര് കിടക്കുന്നു നോക്ക്, കാട്ടിലെ രാജാവ്. അയ്യോ അല്ല, മനസ്സിലായി. ആ കാർട്ടൂൺ മനസ്സിലായി. പന്നിയുടെ തലയ്ക്കകത്തിരുന്നു. അത് തന്നെ ആ സാധനം. കോമഡി ഇവൻ കോമഡിയാ. മൃഗങ്ങൾക്കിടയിലെ തമാശക്കാരൻ. എനിക്ക് നോക്കുന്നുണ്ട. ഇതാണ് മറ്റേ പണ്ട് സോപ്പൊക്കെ തേക്കണ വീഡിയോ ഉള്ളത്. കുളിക്കണേക്ക മറ്റേ പല്ല് പൊക്കി നോക്കിയിട്ടുണ്ട്. എണീറ്റ് നോക്കാനുണ്ടോ അച്ഛന്മാരെ കാണാണ്. ഇവിടെ ഓരോ ബേർഡ്സിനായാലും അനിമൽസിനായാലും ഫീഡ് ചെയ്യുന്നതിന് പൈസ ഉണ്ട്. അപ്പൊ നമ്മൾ പൈസ കൊടുത്ത് ഇതങ്ങനെ തിന്നണ്ട അല്ലേ? എന്ത് രസമല്ലേടാ. കുറച്ച് കുരുമുളകും ഉപ്പും കൂടെ വിതറി ഫ്രൈ ചെയ്തെടുത്താണല്ല. എന്തെങ്കിലും അതിനെ പിടി. ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ വിറ്റ് പറയൂലേ. ഇവിടെ ലയൺ ഫീഡിങ് ഉണ്ട്. 500 ബാത്ത് പൈസ കൊണ്ട് നമ്മൾ ചെന്ന് കയറണം തിന്നാൻ. നമ്മളങ്ങ് തിന്നും. പുല്ലിന് വേണ്ടി ആരെങ്കിലും ഫീഡ് ചെയ്യുന്നവര് അത് അങ്ങനെ നിൽക്കണോടാ. നമുക്ക് കുഞ്ഞിപ്പെണ്ണ. ഇവിടുത്തെ പിള്ളേരൊക്കെ ഭയങ്കര ക്യൂട്ടാണ് കാണാൻ. കൊച്ചിലെ
സ്കില്ല് എന്താ ഒരു കാട്ടിൽ കിടക്കുന്ന ആനയെ കൊണ്ട് ഇവിടെ ഇരുത്തിയിട്ട് ഇത് കാണിച്ചു ആനക്ക് എമ്മാരി ചെയ്യണ കാട്ടിൽ ആന ഇത് വന്നിട്ട് കാണുന്ന അന്തം വിട്ടു ഇങ്ങനെ ജീവിതത്തിൽ നിന്ന് കാണൂല അങ്ങനെ ആനയെ കൊണ്ടിട്ട് ചെയ്യണ പ്രവൃത്തി ചെയ്യാണ്. ആന പടം വരയ്ക്കണം. പിക്കാസോ, ആനകളുടെ പിക്കാസോ തോന്നിക്കണം. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല.
പൊളി പൊളി.ขอขัดจังหวะรายการนี้ Ladies and gentlemen, please give a big hand for this fireworks show. ขอบคุณมากค่ะ Thank you very much. The next tour in our program will be the Dolphin Show in Sara. നമ്മള് ലൈഫിൽ ഇത് ഫസ്റ്റ് ടൈം കാണും. ഇവിടെ വന്നതിന് കണ്ടതിന് ഏറ്റവും ടോപ്പ് സാധനം. ടൈമിംഗ് ഒക്കെ ഒരു 各位游客，要一个就位置。 എക്സ്ട്രാഓർഡിനറി. സൂപ്പർ സൂപ്പർ. ഇതൊരു കിടിലം പരിപാടിയായിരുന്നു കേട്ടോ. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു പരിപാടി തന്നെ കാണുന്നത്. ഒരു രക്ഷയില്ല. ടൈമിംഗ് പരിപാടി ഉണ്ടെന്ന് അറിയണതേ ഇവിടെ വെച്ചിട്ട്. സത്യം. പക്ഷേ ഇവരുടെ ആ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ ഷൂട്ടിൻ്റെ ഇടയിൽ അവരെ ഈ ചെയ്തു വെച്ചിരിക്കണ ഈ സെറ്റൊക്കെ ഇട്ട് വെച്ചിരിക്കണ സെറ്റ് ഒരു രക്ഷയില്ല. അതായത് ലൈവായിട്ടൊരു സിനിമ, ഒരു ആക്ഷൻ സിനിമ കണ്ട പോലെ. അതിൽ എനിക്ക് തോന്നുന്ന ഒരു 10-30 പേര് ആക്ട് ചെയ്യാറുണ്ട്. എല്ലാവരുടെയും ടൈമിങ് സംഭവം എന്ന് വെച്ചാൽ ഇത് വലിയ സ്പീക്കറിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സൗണ്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ തല പിടിച്ച് ഇവിടെ ഇടിക്കുകയാണെങ്കിൽ ഒരു സൗണ്ട് കേൾക്കുമല്ലോ. അത് ആ ഒരു ടൈമിങ്ങിൽ ഇടിക്കുന്നുള്ളതാണ്. ഒരു രക്ഷയല്ലേ ഇവന്മാരെ ടൈമിങ് കിടിലം. ഒട്ടകത്തിൻ്റെയും ആടിൻ്റെ ഒരു ക്രോസ്. നമ്മളെ ഇല്ല നമുക്ക് നിനക്ക് വാങ്ങിച്ചു തരാനുള്ള പൈസ നമുക്കില്ല. പിന്നെ നമുക്ക് തിന്നാൻ പൈസ ഇല്ല. ഇപ്പോഴാണ് ഇനി 100 രൂപ നമുക്ക് പറ്റുമെങ്കിൽ അതിൽ പിടിച്ചു വെച്ച് തിന്നാടാ. ക്യാരറ്റ് നല്ലതാണ്. എക്കോട്ട് മക്കളെ അങ്ങോട്ട് നീ 100 രൂപയ്ക്ക് ഇത് മാറ്റിട്ട് നീ ഇതിപ്പോ വിജയ് ഫ്രണ്ടി പോലെ ഫ്രഞ്ച് അടിക്കാൻ പിടിച്ച് വേറെന്തോ ഉണ്ടാ കൊടുക്കണ അവൻ പഴം അത് പിടിച്ച് വെച്ച് അടിച്ചാ വലിച്ചല്ല വലിച്ച്
ബിജോയ് ഇന്ന് വെറൈറ്റി എന്നും പറഞ്ഞ് ഇട്ടുകൊണ്ട് വന്നൊരു ഷർട്ടാണ്. ഇവിടെ കിടക്കുന്ന എല്ലാ മൃഗങ്ങൾക്കും ഈ കളർ. ഒറാങ്കുട്ടൻ അവന്റെ ബോഡി ചേഞ്ച് ചെയ്യണല്ല, ഈ കളർ വെച്ച് തന്നെയാണ്. ഒറാങ്കുട്ടൻ ഈ കളർ, ഇതാ ഒട്ടകത്തിനോ ഒട്ടകത്തിന്റെയും ഓ എന്റെ ഇത്രയൊന്നും ആയില്ല. എന്നാലും ഇവിടെ എല്ലാ ജീവികൾക്കും പൈസ കൊടുത്ത് ഫുഡ് വാങ്ങിച്ച് നമ്മൾ കൊടുക്കണം. ഞാൻ ഒരു കാര്യം പറയാം, നമുക്ക് ഇവിടെ ഒരു കൂട്ടിക്കാർ നിന്നിട്ട് അൽഫാം മന്തി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നിന്ന് നോക്കിയാലോ. പൈസയും കിട്ടും. പൈസ ഫുഡും കിട്ടും. ബിജോയ് നീ നിൽക്കാൻ തയ്യാറാണോ? ഞാൻ നിൽക്കാൻ പോകണം. ആരെങ്കിലും ബിരിയാണി തരാൻ. ബിരിയാണി, ഒരു നേരം മന്തി, ഒരു നേരം അൽഫാം, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിൽക്കാം. മലയൻ ടാപ്പർ, മലേഷ്യൻ അല്ല മലയൻ, സോറി മലയൻ. മലയൻ നമ്മൾ തായ്ലാൻഡിനോട് വിട പറയുകയാണ്. ബൈ ബൈ, ഇനി എപ്പോഴേലൊക്കെ വരാം. അങ്ങനെ നമ്മുടെ 5 ദിവസത്തെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. തായ്ലാൻഡിനോട് ഒരു വിട. 5 ദിവസം നമ്മൾ നല്ലപോലെ എൻജോയ് ചെയ്തു. ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല മെമ്മറീസ് കിട്ടി, കുറേ കുറേ അനുഭവങ്ങൾ. ഇതൊക്കെ അല്ലേ ഒരു 5 ദിവസം ഇന്നാന്ന് പറഞ്ഞു പോയി. ദിവസങ്ങൾ പോണ പോക്ക്. ഇവിടുത്തെ ടൈം 8:30 നമ്മളുടെ ഫ്ലൈറ്റ്. പോവാളിയാ ഭാര്യമാർക്കൊക്കെ ഉള്ള 5 വേണ്ട വിഷയമാവേ. തോട്ടോണം കൊച്ചിനെയും ഭാര്യനെയൊക്കെ ഒന്ന് കാണാൻ മിസ് ചെയ്യുന്നുണ്ട് അവരെ വല്ലാണ്ട്. ഇത്ര അടിപൊളിയായിട്ട് നമുക്ക് ഈ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് എല്ലാം സെറ്റാക്കി തന്നത് ആദിത്യ ട്രാവൽസ് ആണ്. അവരാണ് നമ്മളുടെ ഈ ട്രാവൽ പാർട്ട്ണർ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെയുള്ള ട്രിപ്പുകളൊക്കെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. അല്ലേ നിഷ്? അതെ, നല്ല രീതിയിൽ അവർ പ്ലാൻ ചെയ്ത് എല്ലാം സെറ്റാക്കി തരും. നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള പ്ലാനിങ് സെറ്റാക്കി തരും. പിന്നെ നമ്മൾ 4 ദിവസം പട്ടായ തന്നെ മതി എന്ന് പറഞ്ഞിട്ടാണ് അവരങ്ങനെ സെറ്റ് ചെയ്തത്. ഇനി നമ്മളടുത്ത് എന്തെങ്കിലും തായ്ലാൻഡ് വരാനടുത്ത് ഫുക്കറ്റ്, ബാങ്കോക്ക് അങ്ങനെ ഒരു പാക്കേജ് എടുക്കാൻ ഒരു പ്ലാനുണ്ട്. ഇനി അടുത്ത് നമ്മളെന്തായാലും മേഘയും കുഞ്ഞുമൊക്കെ ആയിട്ട് ഫാമിലി ആയിട്ടൊരു പോക്ക് 3-4-5 മാസത്തിനകത്ത് എന്തായാലും പോകും. കൊച്ചും കൂടി ഒന്ന് റെഡി ആയതിനു ശേഷം പോകുന്നതായിരിക്കും. എവിടെ പോണാ? വീട്ടിൽ ബസ്സിലാ. ഇന്നും എയർ ഇന്ത്യ ലേറ്റായി. എയർ ഏഷ്യ. എയർ ഏഷ്യ. എത്ര മിനിറ്റ് കളിയാ ലേറ്റായ? 1 മണിക്കൂർ. 1 മണിക്കൂർ. കറക്റ്റ് സമയത്ത് പോകൂല കേട്ടോ അവന്മാര്. പറക്കാൻ പാടായിരുന്നു, ചെറിയ വളം ഉണ്ടായിരുന്നു. അങ്ങനെ അത് ഇന്ത്യക്കല്ലടാ. എല്ലാ ഫ്ലൈറ്റൊക്കെ പ്രശ്നം തന്നെയായിരുന്നു. ഇവിടെ നിന്ന് ബസ്സിൽ പോയി അപ്പുറത്തെ ഏതോ ടെർമിനലിൽ പോയിട്ടാണ് നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നത്. ഗൈസ്,
ഫൈനലി നമ്മൾ തിരിച്ച് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇനി പോയിട്ടാണ് 10 രൂപയ്ക്കകത്തുള്ള സാധനങ്ങൾ വാങ്ങിച്ച് പിന്നെ അല്ലടാത്ത ഇവിടെ പൈസ ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാന്നുള്ളതാണ് വേറൊരു കാര്യം. കേരളത്തിൽ അവിടെയൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. കൊച്ചിയിലെത്തി ആദ്യം നമ്മൾ കഴിക്കുന്നത് കഞ്ഞി. ഇവരെ കളിയാക്കി എനിക്ക് തൊണ്ടവേനൊന്നും. അഞ്ചു ദിവസം വേറെ നാട്ടിൽ പോയി അവരെ ഫുഡ് കഴിച്ചിട്ട് നമ്മളെ നാട്ടിൽ നിന്നും നമ്മുടെ തനതായ ഫുഡ് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം അല്ലേ ടാർസ? ടാർസനോടും വിഷ്ണുചാനോടും വിട പറഞ്ഞു പോവാൻ. ടാർസ ഇപ്പം എറണാകുളംകാരനായല്ലടാ. അപ്പോൾ നമ്മൾ പോവുക ഓട്ടത്തോടോട്ടം. ഒരു ദിവസം തന്നെ ഫ്ലൈറ്റിലും ട്രെയിനിലും ഓടാനുള്ള ഭാഗ്യം കിട്ടി. ചേട്ടാ ടാർസനെ നോക്കിക്കോട്ടാ, നോക്കിക്കോണം കേട്ടോ. ജോയ് ബൈ അല്ല, പൊന്നൈ. ഇന്നോട്ട് പേര് പൊന്നൈ. ട്രിവാൻഡ്രത്തേക്ക് കാണാം. അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രം എത്തിക്കഴിഞ്ഞു. ഇന്ന് രാവിലെ ഒരു 6-7 മണിയായപ്പോൾ എത്തി. വേഷ കിടന്നുറങ്ങി, കാരണം 2-3 ദിവസത്തെ ഉറക്കമുണ്ടായിരുന്നു. എൻ്റെ മുഖം കാണുമ്പോൾ മനസ്സിലാകുന്നിട്ട് ഇപ്പം ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് മേഘേനെയും കുഞ്ഞിനെ കാണാനായിട്ട് പോവുകയാണ്. ഞാൻ അവർക്ക് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്, അതൊക്കെ കൊണ്ട് കൊടുത്ത് ഹാപ്പി ആക്കട്ടെ, അല്ലെങ്കിൽ കൊല്ലും. ആ ട്രിപ്പ് അടിപൊളിയായിരുന്നു കേട്ടോ. ഒരുപാട് എൻജോയ് ചെയ്തു. കാരണം ഫ്രണ്ട്സുമായിട്ട് പോകുമ്പം വേറൊരു വൈബാണ്, ഫാമിലി ആയിട്ട് പോകുമ്പോൾ അതും വേറൊരു വൈബാണ്, എല്ലാവരും കൂടി ഒരുമിച്ച് പോകുമ്പോൾ അതിലും വേറെ ഒരു വൈബാണ്. അപ്പോൾ ലൈഫിൽ ഓർത്തിരിക്കാൻ പറ്റിയ കുറേ നല്ല മെമ്മറീസ്, പുതിയൊരു രാജ്യം കാണാൻ പറ്റി, അവിടുത്തെ അവരുടേതായിട്ടുള്ള കുറേ സംഭവങ്ങൾ കാണാൻ പറ്റി. ഇപ്പം ഞാൻ ആലോചിക്കുന്ന അവരെയൊക്കെ ഒരു ബീച്ച് സൈഡൊക്കെ എന്ത് അടിപൊളിയായിട്ടാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നുള്ളതാണ്. നമ്മളൊരു വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ എവിടെ വെച്ചാലും ഫ്രെയിം, അടിപൊളി ഫ്രെയിം, കാണാൻ നല്ല ഭയങ്കര രസമായിട്ടുള്ള ഫ്രെയിമുകളാണ് കേട്ടോ. അപ്പം അത് കണക്കൊക്കെ ഇവിടെയൊക്കെ വന്നെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ പൈസ ഏറ്റവും കുറേ ജീവിക്കാൻ ഏറ്റവും എളുപ്പം ഇന്ത്യയിലാണ്, അവിടെയല്ല. അവിടെ ഭയങ്കര ഒരു ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. അവിടെ ഇപ്പോൾ എന്തൊരു സാധനം മേടിക്കണമെങ്കിലും ഇപ്പോൾ 1000 ബാത്ത് വേണം. അതായത് ഏകദേശം ഇവിടുത്തെ ഒരു 3000 രൂപയൊക്കെ വരും. എന്ത് സാധനം അവിടെ എടുത്താലും അവിടെ ഒരു 100-ന് താഴെയായിട്ട് ചുരുക്കം ചില സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ പിന്നെ അറിയാലോ ഇന്ത്യക്കാരാണ്, അപ്പം എന്ത് സാധനം വന്നാലും നമ്മളുടെ മണിയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടേ നമ്മൾ സാധനങ്ങൾ മേടിക്കാറുള്ളൂ. അപ്പോൾ അവിടെ ലാഭമാണോ എന്ന് നോക്കും. പിന്നെ ലാഭമാണെങ്കിലും ഇല്ലെങ്കിലും അവിടെ നിന്ന് വരുമ്പോൾ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് എന്നെ തായ്ലാൻഡിലോട്ട് വിട്ടത് മേഘ. പിന്നെ അവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും ഞാൻ മേടിച്ച സാധനങ്ങളൊക്കെ. നമ്മുടെ ട്രാവൽ പാർട്ണർ എന്ന് പറയുന്നത് ആദിത്യ വേൾഡ് ട്രാവൽസ് ആണ്. അപ്പോൾ അവരാണ് നമുക്ക് ഈ ട്രിപ്പിന് വേണ്ടി A-Z കാര്യങ്ങൾ ചെയ്തു തന്നത്. സ്റ്റേ ഒക്കെ ഒരു രക്ഷയില്ലാട്ടോ, അടിപൊളിയായിരുന്നു. അടിപൊളി സ്റ്റേ, 4-സ്റ്റാർ ഹോട്ടലിലായിരുന്നു സ്റ്റേ ഒക്കെ, കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ അവരെല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. എല്ലാം നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു ടൈം പോലും ഡിലേ ഇല്ലാതെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തന്നു. പക്ക ടൈമിംഗ് ആണ്. ഇപ്പോൾ ഡ്രൈവർ ഇന്ന സമയത്ത് വരുമെന്ന് പറഞ്ഞാൽ ഇന്ന സമയത്ത് വന്ന് നമ്മൾ പ്രോപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും കാണിച്ചു തന്ന് തിരിച്ച് റൂമിൽ കൊണ്ടാക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും A-Z കാര്യങ്ങൾ അടിപൊളിയായിരുന്നു. പിന്നെ നമുക്ക് പണി കിട്ടിയെന്ന് വെച്ചാൽ അവരുടെ സൈഡിൽ നിന്നല്ല, എയർ ഏഷ്യ എന്നുള്ള ഫ്ലൈറ്റിന്റെ കാരണം കൊണ്ടുള്ള ഒരു ദിവസം ഡിലേ വന്നാണ്. പക്ഷേ ആ ഡിലേ വന്നെങ്കിൽ അവർ നമുക്ക് ഒരു ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് തന്നു. ബാക്കി എല്ലാ ട്രാവൽസിലും അത് ചെയ്ത് തരുമോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. കാരണം അവർ നമുക്ക് ഒരു ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് തന്നു. പിന്നെ നമ്മൾ നല്ലപോലെ എൻജോയ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതണക്ക് എവിടെ ആയിരുന്നാലും ട്രിപ്പ് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യാൻ അവരുടെ കോൺടാക്ട് നമ്പർ ഇവിടെ തരാം. നമ്മളെ ടീം എല്ലാവരും കൂടി പോകാൻ പറ്റുമെന്ന് ഒരിക്കലും പ്രതീക്ഷയല്ല, പക്ഷേ എല്ലാവരും കൂടി ഒരുമിച്ച് പോകാൻ പറ്റി. ഇനി അടുത്തതിൻ്റെ ഒരു ആഗ്രഹം, നമ്മുടെ ഫാമിലി, ഞാൻ അനീഷിൻ്റെ ഫാമിലി, പിന്നെ എൻ്റെ കൂടെ രാഹുലിൻ്റെ ഫാമിലിയും പിന്നെ നമ്മളെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരുമായിട്ട് ഒരു ട്രിപ്പ് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അടുത്ത വർഷം ഭാഗ്യമുണ്ടെങ്കിൽ നടക്കുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ അതിനു മുമ്പ് ഞാനും മേഘയും കൊച്ചൊക്കെ ആയിട്ട് ഒരു ട്രിപ്പ് എന്തായാലും അടുത്ത വർഷം പോകുന്നതായിരിക്കും. സോ അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ. ബൈ ഗൈസ്, ലവ് യു ഓൾ.